ഓക്കെ, അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കൂടി വരുവാൻ ദൈവം സഹായിച്ചു, അതിനായിട്ട് സ്തോത്രം. നിങ്ങളെയൊക്കെ മിസ് ചെയ്തില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല, തീർച്ചയായിട്ടും മിസ് ചെയ്തു. ശനിയാഴ്ച രാവിലെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ മെസ്സേജ് ചെയ്യും, എപ്പോഴാണ് തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ടച്ചിലിരുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ 2 മാസം അനേകർ നാട്ടിൽ വന്നു, ഞങ്ങളുടെ ഭവനത്തിൽ വന്നു, സന്ദർശിച്ചതിനായിട്ടൊക്കെ നന്ദി പറയാണ്. ഗുഡ് ടൈം, നല്ല സമയമായിരുന്നു. സന്തോഷ് ബ്രദർ, ജോസ് അങ്കിള്, അങ്ങനെ ഒരുപാട് പേരെ ഈ ബ്രേക്കിൻ്റെ ഇടയിൽ കാണാൻ സാധിച്ചു. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ 2 മാസം സംഭവിച്ചത് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇറ്റ് വാസ് എ വെരി ഹെക്റ്റിക് മീറ്റിംഗ് ടൈം ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാഞ്ഞത്. ഈ നമുക്ക് കോൺഫറൻസസ് ഉണ്ടായിരുന്നു, യൂത്ത് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു, ടീൻസ് കോൺഫറൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തു എന്ന് മാത്രമുള്ളൂ. ദൈവം എല്ലാത്തിനെയും അനുഗ്രഹിച്ചു. ഇന്ന് പുതിയ പുസ്തകം നമ്മൾ ആരംഭിക്കുകയാണ്. ഹഗായുടെ പ്രവാചകന്റെ പുസ്തകം, 1-ാമത്തെ അധ്യായം. 2 അധ്യായങ്ങളേ ഉള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ 2 സെഷൻ കൊണ്ട് ഇത് തീർക്കും. ആക്ച്വലി ഒറ്റ സെഷൻ കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ, എങ്കിലും 2ആയിട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തീരുമാനിക്കാനുള്ള ഒരു നല്ല സമയം കൂടെയാണ്. ഇതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഗോഡ് യുവർ പ്രയോറിറ്റി. ദൈവത്തിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. ദൈവികമായ വിഷയങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിനകത്ത് ആഴമേറിയ സത്യങ്ങളൊന്നുമില്ല, പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് 1-ാമത്തെ അധ്യായം ഇന്നും, അടുത്ത ആഴ്ചയിൽ 2-ാമത്തെ അധ്യായം, അങ്ങനെ 2 ആഴ്ച കൊണ്ട് നമ്മുടെ ഈ പഠനം പൂർത്തിയാക്കും. ഞാൻ ചെറിയൊരു പുസ്തകം എടുത്തതിൻ്റെ കാരണം നീണ്ടു പോകരുതല്ലോ. അതുകൊണ്ട് ഇത് തീർത്തിട്ട് നമുക്ക് പുതിയ നിയമത്തിൽ ഒരു ലേഖനം നമുക്ക് പഠിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, ചില ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കുകയാണ്. ഇത് നമ്മുടെ സ്ലിംഗ് ഷോട്ട് ടീൻസ് കോൺഫറൻസ് ആണ്. ആസ് യൂഷ്വൽ നമുക്ക് കരകവിഞ്ഞൊഴുകുന്ന ആളുകളായതുകൊണ്ട് നേരത്തെ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ നാളുകളിൽ എൻ്റെ ഹൃദയം നിറച്ച ഒരു സമയമായിരുന്നു ഈ ടീൻസ് കോൺഫറൻസ്. 13, 14, 15, 18 വയസ്സുള്ള യൗവനക്കാർ അവരുടെ ഹൃദയം കർത്താവിന് കൊടുത്ത് ഈ 2 മാസത്തിന് ശേഷം ഈയിടെ ഒരു ചെറുപ്പക്കാരനെ കൊച്ചിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ അവിടുത്തെ ലീഡറിനോട് പറഞ്ഞു, കഴിഞ്ഞ 2 മാസമായിട്ട് കർത്താവ് എൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ എനിക്കൊരാഗ്രഹം, ഞാനൊരു മിഷണറി ആകണം. 14, 15 വയസ്സും ഉള്ള കുഞ്ഞുങ്ങളാണ് ഇത്രയും കൺവിക്ഷനോടെ പറയുന്നത്. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഇപ്പോൾ റെഗുലറാണ്, അവർ നമ്മുടെ ഡിസൈപ്പിൾഷിപ്പിൽ റെഗുലറാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ന്യൂസ് കേൾക്കും, എന്തുവാ കൊച്ചിയിൽ ഈ യൗവനക്കാരെ ഡ്രഗ്സുമായിട്ട് പിടിച്ചു, ആ ന്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്നാൽ ഇതിൻ്റെ ഇടയിൽ കർത്താവ് തനിക്ക് വേണ്ടി ഒരു തലമുറ എഴുന്നേൽപ്പിക്കുന്നുണ്ടെന്നുള്ളതും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, കണ്ടിന്യൂ ടു പ്രേ. ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ വേലകൾ വളരെ കുറവാണ്. എന്നാൽ യൂത്ത് ഫോർ മിഷനായിട്ട് കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ടീൻസ് ആൻഡ് യൂത്ത്. അതുകൊണ്ട് അതിന് വരുന്ന ദിവസങ്ങളിൽ കാര്യമായി പ്രവർത്തിക്കാൻ ഒരുപാട് സ്കൂൾസ് ഞങ്ങൾ ഹിറ്റ് ചെയ്തു. 4500, 5000 സ്റ്റുഡൻസിനെയാണ് കഴിഞ്ഞ മാസം ടീം മുഴുവൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പോയി ഹിറ്റ് ചെയ്തത്. അപ്പോൾ ടീം ഇസ് അവർ വളരെ മോട്ടിവേറ്റഡ് ആണ്, വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഊണും ഉറക്കവും ഇല്ലാതൊക്കെയാണ് അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത ഫേസ് തുടങ്ങുകയാണ് ഈ ജൂലൈ മാസം. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ അപ്ഡേറ്റ്സ് വരുന്ന ഇടയിൽ ഞാൻ തന്നോളാം. അനേകർ എന്നെ മെസ്സേജ് ചെയ്ത് പറഞ്ഞു, ബ്രദറിൻ്റെ മെസ്സേജ് യൂട്യൂബിൽ കാണുമ്പോൾ അതിൻ്റെ അടുത്ത എപ്പിസോഡ് എവിടെയാണെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് തപ്പിപ്പിടിക്കാൻ പ്രയാസം. എല്ലാം പ്ലേലിസ്റ്റായിട്ട് അടുക്കിയിട്ടുണ്ട് യൂട്യൂബിൽ. അത് പ്രയാസമാണെങ്കിൽ ലിങ്ക് ട്രീ ഉണ്ട്. ലിങ്ക് ട്രീ /ചെറിയാൻ, അത് യൂട്യൂബിൻ്റെ അടിയിലത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ടോപ്പിക്സും അടുക്കിനവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഏത് അടുക്കിന് വേണമെങ്കിലും കാണാം. ഒന്ന് കഴിഞ്ഞിട്ട് 5-ാമത്തെ സെഷൻ കാണുന്നതിൻ്റെ പകരം അടുക്കിൽ ഇരുന്ന് കാണുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പേര് എന്നെ ഇത് ചോദിക്കുന്നത് കൊണ്ട് ഞാനിതങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. എല്ലാ യൂട്യൂബ് സെഷൻ്റെയും കീഴിൽ നമ്മുടെ ഈ ലിങ്ക് ട്രീയുടെ ഡിസ്ക്രിപ്ഷനുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതുവരെ ചെയ്ത എല്ലാ സെഷനും അതിലുണ്ട്. നമ്മൾ 100 സെഷൻസിനൊക്കെ മേളിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അടുക്കിനവിടെ ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ സാധിക്കാം. ഓൾറൈറ്റ്, ഹഗായ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് തീം? വാട്ട് ഈസ് ദ തീം? തീം ഇത്രയേ ഉള്ളൂ. 2:19. ഞാൻ എല്ലാ ബുക്ക് പഠിപ്പിക്കുമ്പോഴും ഒരു കീ വേഴ്സ് ഞാൻ പറയും, അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. അതാണ് അതിൻ്റെ ആപ്തവാക്യം. ആ വാക്യത്തിനകത്താണ്
ഈ ഹോൾ ബുക്കിന്റെ സമറി ഇരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഹഗായി പ്രവാചകന്റെ പുസ്തകം അതിന്റെ സമറി ഇരിക്കുന്നത് 2:19. ഫ്രം ദിസ് ഡേ ഐ വിൽ ബ്ലെസ് യു. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് ദൈവമക്കൾക്ക് വലിയ ആശ്വാസം പകരുന്ന വാക്കുകളാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഫ്രം ദിസ് ഡേ ഐ വിൽ ബ്ലെസ് യു. പക്ഷെങ്കിൽ എന്താണ് അതിൻ്റെ വ്യവസ്ഥ എന്നുള്ളതാണ് പ്രധാനം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്ന് മുതൽ, ഇന്നു മുതൽ, എങ്ങനെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദിസ് വിൽ ബി ദ കീ വേർഡ്സ്. ഫ്രം ദിസ് ഡേ ഓൺവേർഡ്സ് ഐ വിൽ ബ്ലെസ് യു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ എഫേസ് ലേഖനം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫാമിലി ഫോർ എ ഫാമിലി പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ 560 മിഷണറിമാരുടെ പുറകിൽ ഓരോ ഫാമിലി, ഓരോ മിഷണറിയുടെ പുറകിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ ഭയങ്കരമായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തു. ഞാൻ ഒത്തിരി ഇത്രയും പ്രതീക്ഷിച്ചില്ല, സത്യം പറഞ്ഞാൽ കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നന്ദി ഒന്ന് പറയാൻ വേണ്ടി. ഒരുപാട് ഫാമിലീസ്, മിഷണറി ഫാമിലീസിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞങ്ങൾ ആസ് എ ഫാമിലി, സാറായും ഞാനും, വി ആർ ഓൾസോ സ്പോൺസറിങ് വൺ ഫാമിലി. കാരണം ഞാൻ എപ്പോഴും പറയും, ഞാൻ ചെയ്യാത്തൊരു കാര്യം പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവകൃപയാൽ വി ആർ ഓൾസോ സ്പോൺസറിങ് വൺ അല്ല, കപ്പിൾ ഓഫ് ഫാമിലീസ്. അപ്പോൾ ഈ വർഷം കൊണ്ട് 100 പേരെ സ്പോൺസർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സാറായി ഒന്ന് കോൺടാക്ട് ചെയ്യണം. ബട്ട് താങ്ക് യു ഫോർ ദ ഗ്രേറ്റ് റെസ്പോൺസ്. ഞാൻ ഒരിക്കലും ഇത്രയും ആളുകൾ പ്രൊആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരുപാട് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന മിഷണറി ഫാമിലിയുടെ, അല്ലെങ്കിൽ നിങ്ങൾ പുറകിൽ നിൽക്കുന്ന മിഷണറി ഫാമിലിയുടെ മന്ത്ലി അപ്ഡേറ്റ്സ്, ക്വാർട്ടർലി അപ്ഡേറ്റ്സ് എല്ലാം ചെയ്യുന്നവർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞെന്ന് എനിക്കറിയാം. സോ യു നോ who you are praying for, what you are praying for, the situation of the field, എല്ലാം നിങ്ങൾക്ക് സമറി ആയിട്ട് സാറ സിസ്റ്റമാറ്റിക്കായിട്ട് അയക്കും. സോ താങ്ക് യു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് കൂടെ ഞാൻ പറഞ്ഞു. ഓക്കെ, എന്താണ് ഔട്ട്ലൈൻ? സാധാരണ ഔട്ട്ലൈൻ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയും അല്ലേ. ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്, പിന്നെ സബ് ബുള്ളറ്റ് പോയിന്റ്സ്, അതൊക്കെ ഞാൻ പറയാം. എന്നാൽ വളരെ സിമ്പിളാണ്. ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ അധ്യായം 1 മുതൽ 11 വരെ ഉള്ളത് ദ കോൺസിക്വൻസ് ഓഫ് നിഗ്ലെക്റ്റിംഗ് ദ ഹൗസ് ഓഫ് ഗോഡ്. ദൈവാലയം ഗണ്യമാകാതെ പോയാൽ അതിൻ്റെ ഭവിഷ്യത്തുകളാണ് ഒന്നാമത്തെ ഭാഗം, നെഗറ്റീവ് ഇഫക്ട്സ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ദ പോസിറ്റീവ് ഇഫക്ട്സ് ഓഫ് ബിൽഡിംഗ് ദ ഹൗസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ള 2 ഭാഗങ്ങൾ, അതൊന്നുമില്ല. ഒന്ന്, ഞാനിത് വേണ്ട എന്ന് വെക്കുന്നു, ഇതിനെ അവഗണിക്കുന്നു, ദൈവാലയത്തിനെ അവഗണിക്കുന്നു, അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ. 2, ദൈവാലയം പണിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ. ഇത്രയേ ഉള്ളൂ ഹഗായി പ്രവാചകന്റെ പുസ്തകം. വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എന്നാൽ ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ തരാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല. ഞാൻ എപ്പോഴും തരുന്നത് കൊണ്ട് ഞാൻ ആ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ. 4 മെസ്സേജസ് ആണ് ഇതിനകത്തുള്ളത്, 4 സന്ദേശങ്ങൾ ഹഗായി പ്രവാചകന്റെ പുസ്തകം. ഒന്ന്, ആലയം പണിയുവാനുള്ള ആഹ്വാനം, അതിന്ന് നമ്മൾ നോക്കും. 2, സെരുബാബേലും ജനത്തിൻ്റെയും പ്രതികരണം, അതും ഇന്ന് നമ്മൾ നോക്കും. രണ്ടാമത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ ദൈവാലയം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയും എന്നുള്ള സന്ദേശം. മൂന്നാമത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ ജനം അധർമ്മത്തിൽ നിന്ന് തിരിയണം. ദൈവാലയം പണിയുമ്പോൾ ആർക്കും അങ്ങ് പണിയാമെന്നൊന്നും തീരുമാനിക്കാൻ ഒക്കത്തില്ല. ഓക്കെ, ആരെങ്കിലും അങ്ങ് പണിഞ്ഞോട്ടെ, ഒക്കത്തില്ല. ദൈവാലയം പണിയുന്നവർ തന്നെത്താൻ ശുദ്ധീകരിക്കണം. സി, മിനിസ്ട്രി ഈസ് നോട്ട് ഫോർ എനി വൺ ആൻഡ് എവറി വൺ അല്ലേ. ആർക്കെങ്കിലും എങ്ങനെങ്കിലും പണിയാനുള്ളതല്ല ദൈവരാജ്യം. അപ്പോൾ ദൈവത്തിൻ്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പണിയുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഡിഫൈൽഡ് പീപ്പിൾ കനോട്ട് ബിൽഡ് എ ഹോളി ടെമ്പിൾ അല്ലേ. എ ഡിഫൈൽഡ് പീപ്പിൾ കനോട്ട് ബിൽഡ് എ ഹോളി ടെമ്പിൾ. അപ്പോൾ നാം എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ളത് മൂന്നാമത്തെ സന്ദേശം. നാലാമത്തെ സന്ദേശം, ദൈവം സെരുബാബേലിന് കൊടുക്കുന്നൊരു വാഗ്ദത്തമുണ്ട്. വളരെ മനോഹരമാണ്. 2-ാമത്തെ അധ്യായം വളരെ മനോഹരമാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി എൻകറേജ്മെൻ്റ് ആണ് 2-ാമത്തെ ഭാഗം. അങ്ങനെ 4 മെസ്സേജസ് ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞത് ഒരു ആഴമേറിയ കാര്യങ്ങളല്ല, എന്നാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടിയ പല കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ. ഹഗായി പ്രവാചകൻ എന്ന് പറയുന്നത് 12 ചെറിയ പ്രവാചകന്മാരിൽ ഒരുവൻ. ഹീസ് വൺ ഓഫ് ദ 12 മൈനർ പ്രോഫറ്റ്സ്. മൈനർ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ ചെറിയ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രവാചകന്മാരിൽ ചെറിയവൻ എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താണ്?
എഴുതിയ പുസ്തകം ചെറുതായതുകൊണ്ടാണ് ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പെടുന്നത്. യാതൊരു കാരണവശാലും ഹഗ്ഗായി ഒരു ചെറിയ പ്രവാചകനല്ല, മീഖ ചെറിയൊരു പ്രവാചകനല്ല, ഹബക്കൂക്ക് ചെറിയൊരു പ്രവാചകനല്ല. പക്ഷെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുസ്തകം ചെറുതായതുകൊണ്ട് ചെറിയ പ്രവാചകന്മാരുടെ ഇടയിൽ പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇറ്റ്സ് എ പോസ്റ്റ് എക്സിലിക് ബുക്ക്. പ്രവാസത്തിന് ശേഷം വന്ന പുസ്തകങ്ങളാണ്. എന്താണ് പോസ്റ്റ് എക്സിലിക്? തിരിച്ച് ബാബിലോണിൽ നിന്ന് ജനം മടങ്ങി വന്ന ശേഷം എഴുതിയ പുസ്തകമാണ് ഇത്. ഓക്കെ. 2, ഹഗായ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ഫെസ്റ്റിവൽ എന്നാണ്. ഫെസ്റ്റിവൽ, ഉത്സവം എന്നാണ് അതിന്റെ അർത്ഥം. ഹഗായ് പ്രവാചകൻ ചെറിയ പുസ്തകം അല്ലേ, 4 മാസം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നത്. only 4 months, 4 മാസം. എന്നാൽ ആ 4 മാസത്തെ ശുശ്രൂഷയിൽ അദ്ദേഹം എത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രി അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ളത് 2-ാമത്തെ അധ്യായം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു ആലയം മുഴുവൻ നിർമ്മിക്കുവാൻ ദൈവം ഉപയോഗിച്ച പ്രവാചകനാണ് ഹഗായ് പ്രവാചകൻ. ഓഗസ്റ്റ് 29 മുതൽ ഡിസംബർ 18 വരെ 520 BC-യിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ നീണ്ടുനിന്നു. 4 മാസം. ഡേറ്റ് അക്കം എല്ലാം വളരെ വ്യക്തമായി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബൈബിൾ ഇസ് നോട്ട് എ ഫാന്റസി, ഇറ്റ് ഇസ് ഓൾസോ എ ബുക്ക് ഓഫ് ഹിസ്റ്ററി. ഇതൊരു ചരിത്ര പുസ്തകമാണ്. ഡേറ്റും ആളുകളുടെ പേരും ഒക്കെ എഴുതിയിരിക്കുന്നത് ചുമ്മാ ആരുടെയെങ്കിലും മനസ്സിൽ വന്ന കാര്യങ്ങളല്ല, വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതാണ്. പിന്നെ എസ്ര പ്രവാചകന്റെ അതേ സമയത്ത് ജീവിച്ചൊരു പ്രവാചകനാണ് ഹഗായ്. എന്ന് പറഞ്ഞാൽ ഹഗായ് പുസ്തകം, ഹഗായിയുടെ പ്രവചനം, ആ ഹഗായ് പ്രവാചകന്റെ പുസ്തകം നമുക്ക് എസ്ര പ്രവാചകന്റെ പുസ്തകത്തിന് അകത്ത് ഇൻസേർട്ട് ചെയ്യാവുന്ന പുസ്തകമാണ്. പറഞ്ഞ മനസ്സിലായോ? എക്സാക്ട്ലി അതേ ടൈം ഫ്രെയിമിൽ നടന്നത് കൊണ്ട് ഹഗായ് പ്രവാചകന്റെ പുസ്തകത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം എസ്ര പ്രവാചകന്റെ പുസ്തകത്തിനകത്തോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നത് ഒന്നാണ്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. എപ്പോഴെങ്കിലും ഞാൻ ബൈബിളിന്റെ ഒരു ഓവർവ്യൂ തരുമ്പോൾ ഈ കോൺസെപ്റ്റ്സ് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ ആരൊക്കെ ഏതൊക്കെ സമയത്ത് ഒരേ സമയത്ത് ജീവിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാകാനൊക്കത്തുള്ളൂ. അത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് നമുക്ക് ടൈം ലൈൻസ് ഒക്കെ അസോസിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ദാനിയേലും യെരമ്യാവും ഒരേ സമയത്ത് ജീവിച്ചാൽ നമുക്കറിയാവോ, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ട്, പഴയ നിയമത്തിൽ ചെറിയ പുസ്തകങ്ങളുടെ 2-ാം സ്ഥാനം എടുത്തിരിക്കുന്നു. ഒബദ്യാവിന് ശേഷം അത് ഒരധ്യായം ഏറ്റവും ചെറിയ പുസ്തകമാണ് ഹഗായ്. ഒബദ്യാവ് കഴിഞ്ഞ് പിന്നെ ഏറ്റവും ചെറിയ പുസ്തകമാണ് ഹഗായ്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ചെറിയ സന്ദേശങ്ങൾ മതി വലിയ രൂപാന്തരത്തിന്. വലിയ പുസ്തകങ്ങളൊന്നും എഴുതണ്ട, 70 അധ്യായം 80 അധ്യായം ഒന്നും എഴുതണ്ട, ചെറിയ പുസ്തകം മതി വലിയ രൂപാന്തരം, സമൂഹത്തിൽ തന്നെ വലിയ രൂപാന്തരം വരുത്തുവാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സന്ദേശം ചെറുതായാലും ഇറ്റ് ക്യാൻ ബി പവർഫുൾ. ഇറ്റ് ക്യാൻ ബി ഷോർട്ട് ബട്ട് ഇറ്റ് ക്യാൻ ബി പവർഫുൾ. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് അറിയത്തില്ല. ചില മിഷണറിമാരൊക്കെ വലിയ സ്റ്റെപ്സ് എടുത്ത് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കഴിയുമ്പം 2 മാസം കഴിയുമ്പോൾ അവർ മരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇതെന്താ ഒരു വേസ്റ്റ് അല്ലേ. ആ 2 മാസം കൊണ്ട് അവർ ലോകത്തെ കീഴ്മേൽ മറിച്ച ചരിത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ എൻ്റെ ജീവിതം എത്ര വലുതാണ് ചെറുതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെങ്കിൽ ഉള്ള കാലം വളരെ ഇഫക്റ്റീവായിട്ട് ജീവിക്കാൻ കർത്താവെ സഹായിക്കണമേ എന്നുള്ളതിന് നല്ലൊരു ദൃഷ്ടാന്തമാണ് ഹഗായ് പ്രവാചകന്റെ പുസ്തകം. ഹിസ്റ്റോറിക്കലി ഇത് എവിടാണ് വീഴുന്നത്? ഓക്കെ, ഇനി ഇതൊന്നും മനസ്സിലാക്കുക. 536 BC-യിൽ ആലയത്തിന് അടിസ്ഥാനമിട്ടു. പക്ഷെ 16 വർഷം അതിനു മേളിലൊന്നും ചെയ്തിട്ടില്ല. അതെന്താണ് കാരണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. 520 BC-യിൽ ഈ 70 വർഷം തികഞ്ഞു പ്രവാസത്തിന് ശേഷം. പ്രവാചകൻ വ്യക്തമായിട്ട് പറഞ്ഞു, 70 വർഷം കഴിയുമ്പോൾ നിങ്ങൾ മടങ്ങി വരും, ആലയം പണിയും. വളരെ വ്യക്തമാണ്. ബൈബിളിലുള്ള എല്ലാ പ്രവചനങ്ങളും എത്ര വ്യക്തം. ഞാൻ പറഞ്ഞില്ല, ബൈബിൾ വിശ്വസിക്കാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5-8 പ്രവചനങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. 500-700 വർഷങ്ങൾക്ക് ശേഷം, 1000 വർഷങ്ങൾക്ക് ശേഷം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചരിത്രത്തിൽ ഇത് ഫുൾഫിൽഡ് ആയിട്ടുള്ളതെന്നുള്ളത് ബൈബിൾ വിശ്വസിക്കാമോ എന്നുള്ള എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണുമ്പം അത് മനസ്സിലാകാം. അപ്പോൾ ഇങ്ങനെ ബാബിലോൺ പ്രവാസത്തിൻ്റെ ഇടയിൽ ബാബിലോൺ സാമ്രാജ്യം തകർന്നു പോകുന്നു. നെബൂഖദ്നേസർ ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. ദാനിയേലൊക്കെ അങ്ങനെയാണ് എവിടെ എത്തുന്നത്? ബാബിലോണിലെത്തുന്നത്. അങ്ങനെ ബാബിലോണിയ സാമ്രാജ്യം മുഴുവൻ തകർന്ന് പേർഷ്യ, അതായത് പാർസി രാജാവായ കോരേശ് വന്ന് ഇതിനെ പിടിച്ചെടുക്കുകയാണ്. സൈറസ് കോരേശ് രാജാവ് പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഹേ, നിങ്ങൾ വേണമെങ്കിൽ തിരിച്ച് മടങ്ങിപ്പോക്കോ, നിങ്ങൾ പ്രവാസമൊക്കെ വിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുക. അപ്പോൾ ഒരു 10,000-40,000 യഹൂദന്മാർ മടങ്ങിപ്പോയി. ആ സമയത്ത് അവരെന്ത് ചെയ്തെന്നറിയാമോ? യോശുവയും സെരുബാബേലിന്റെ സമയത്ത് അവര്
ആലയം പണിവാൻ തുടങ്ങി. എന്നാൽ മനസ്സിലാക്കണം, അവർ ആലയം പണിയാൻ തുടങ്ങി, ഭയങ്കര സീലി പോയി തുടങ്ങി, ആരംഭിച്ചു, അടിസ്ഥാനം വിട്ടു, പിന്നെ നിന്നുപോയി. 16 വർഷം അനങ്ങുന്നില്ല. ആ സമയത്ത് ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു, ഹഗായി പ്രവാചകൻ. ആ ഒരൊറ്റ മനുഷ്യൻ മുഖാന്തരം ദൈവാലയത്തിന്റെ വേല പൂർത്തിയാക്കി. ഓക്കെ, അതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ടൈം ലൈൻസ് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. എവിടെയാണ് ദാനിയേൽ പോകുന്നത്, ഏത് സമയത്താണ് പോകുന്നത്, 70 വർഷം എപ്പോഴാണ് തികയുന്നത്, 536 BC അവരുടെ പ്രവാസം കഴിഞ്ഞു. അതിൽ അനേകർ മടങ്ങി തിരിച്ച് പോകുന്നു. ഓക്കെ, അതിനുശേഷം അവർ ആലയത്തിനുള്ള അടിസ്ഥാനം ഇടുന്നു. പക്ഷെങ്കിൽ 520 BC ഹഗായി വരുമ്പോൾ ആലയം പണിതിട്ടില്ല. ഇതാണ് അവസ്ഥ. അടിസ്ഥാനമുണ്ട്, ആലയമുണ്ട്. സോ അപ്പൊ ഞാൻ ആ കോണ്ടെക്സ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പ്രവാസത്തിൽ നിന്ന് അവര് ബന്ധിതരല്ല, അവർ മോചിതരായി. സോ ദേ ആർ ഫ്രീ പീപ്പിൾ. തിരിച്ചു സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി വന്നു. അവർക്കിപ്പോൾ എന്തും ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ആലയം പണിയാനുള്ള പെർമിഷൻ ഉണ്ട്. അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള വ്യാപാരങ്ങൾ ചെയ്യാനും ജീവിതം പണിതെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. എല്ലാവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ സ്ഥലമുണ്ട്, എന്നാൽ ആലയം പണിതിട്ടില്ല. ഇതാണ് കോണ്ടെക്സ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ വേഴ്സ് ബൈ വേഴ്സ് സ്റ്റഡിയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹഗായ് 1:1 മുതൽ 4 വരെ. ഹഗായ് 1:1-4. ദാര്യാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗായ് പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായ ഷെയൽത്തീയേലിന്റെ മകനായ സെരുബാബേലിനും മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായതെന്നാൽ വളരെ സ്പെസിഫിക് ടൈം, സ്പെസിഫിക് മെസ്സേജ്. പ്രിയമുള്ളവരെ, ഞാൻ ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ്, എല്ലാ സീസണിലും ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് ചെയ്യണം, നാളെയല്ല. എല്ലാത്തിനും ഒരു സ്പെസിഫിക് ടൈം ആൻഡ് എ സ്പെസിഫിക് മെസ്സേജ്. അതുകൊണ്ട് ദൈവം എന്താണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് ദൈവമക്കൾ കേൾക്കണം. എല്ലാത്തിനും ഒരു ടൈമുണ്ട്, എല്ലാത്തിനും ഒരു സീസണുണ്ട്, എല്ലാത്തിനും ഒരു സ്പെസിഫിക് മെസ്സേജ്. ആ കറക്റ്റ് ടൈമിൽ ദൈവത്തിൻ്റെ മെസ്സേജ് വന്നു. എന്താണ് മെസ്സേജ്? തുടങ്ങുമ്പോൾ തന്നെ നല്ല അടി കൊടുത്താണ് തുടങ്ങുന്നത്, അല്ലേ? ഒരു നല്ല വാക്കൊന്നും പറഞ്ഞാൽ നല്ല പൊട്ടീര കർത്താവ് കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, പിതാവ് തൻ്റെ മക്കളെ ചിലപ്പോൾ ഒന്ന് ശാസിക്കും. അതിൻ്റെ കാരണം മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ തുടങ്ങുന്നത് എന്താണെന്നറിയാം? സൈന്യം, 2-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ലെന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഹഗായ് പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ എന്തെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ഇവിടെ ചോദ്യം എന്നാണെന്നറിയാവോ? ആലയം പണിതിട്ടില്ല, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ഈസ് യോർ ഹൗസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഗോഡ്സ് ഹൗസ്? ദൈവത്തിന് ഒരൊറ്റ ചോദ്യം. ദൈവത്തിന്റെ ആലയം പണിയാതെ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ പണിയുന്നു. ദൈവത്തിന്റെ ആലയത്തിനെക്കാട്ടിലും സ്ഥാനം നിങ്ങളുടെ വീടുകൾക്കാണോ എന്നൊരൊറ്റ ചോദ്യം. ഈ ചോദ്യം നമ്മളോടും കർത്താവ് ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ആലയം ശൂന്യമായി കിടക്കുന്നു, പണിതിട്ടില്ല. പക്ഷെങ്കിൽ നിങ്ങൾ എന്തിൽ വ്യാപൃതരായിരിക്കുന്നു? നിങ്ങൾ ഭയങ്കര ബിസിയാ. എന്ത് പണിയാൻ? നിങ്ങളുടെ സ്വന്തം ഗൃഹം പണിയാൻ. ദൈവത്തിന്റെ ഗൃഹമോ ആർക്കും പണിയുവാൻ താല്പര്യമില്ല. സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ഗൃഹം പണിയുവാനുള്ള അതായത് ലെബനോനിൽ നിന്ന് പാനലിംഗ് ഒക്കെ അവർ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദേവാലയം പണിയാൻ. എന്നിട്ട് അവസാനം ദേവാലയത്തിന്റെ പണി നടക്കാഞ്ഞത് കൊണ്ട് അവരുടെ വീടിന്റെ ഇന്റീരിയർ പാനലിംഗ് അവർ അതിട്ട് പണിതു. അതുകൊണ്ടാണ് തട്ടിട്ട വീടുകൾ നിങ്ങൾ കാലമായോ. അപ്പോൾ ഇവിടെ ചോദ്യം നിങ്ങൾ വലിയ വീട് പണിയണോ വേണ്ടായോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. അങ്ങനൊരു ചോദ്യമേ ഇവിടെ ഇല്ല. ഏതാ? ദൈവം അതിനുള്ള മുഖാന്തരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ വലിയ വീടുകൾ, ചെറിയ വീടുകൾ പണിയാനാണ് ദൈവം മുഖാന്തരം, ചെറിയ വീടുകൾ. എല്ലാത്തിലും സ്തോത്രത്തോടും സംതൃപ്തിയോടും ജീവിക്കുക. അതേ അല്ല ഇവിടുത്തെ വിഷയം. ചിലരാണ് അങ്ങനെയൊക്കെ ചോദിക്കും, നിങ്ങൾ എന്നാ ഇങ്ങനത്തെ. അതല്ല ഇവിടുത്തെ ചോദ്യം. ചോദ്യം നിങ്ങൾക്ക് എന്തുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് വിചാരമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ ചോദ്യം, നത്തിങ് എൽസ്. അപ്പോൾ why the misplaced priorities? Why the misplaced priorities? അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ്
ഇതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോകണം. കാരണം എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഇതിന്റെ ഫുൾ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഹഗായിക്ക് സന്ദേശം മാത്രമേ ഉള്ളൂ. എന്താണ് കോണ്ടെക്സ്റ്റ്? ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. നിവാസികൾ ഇസ്രയേലിന്റെ ദൈവമായ എസ്ര 4:1-5 വരെ, എസ്ര 4:1-5, അവിടെയാണ് കോണ്ടെക്സ്റ്റ് കിടപ്പുണ്ട്. നിവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമിന്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബ്ബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെയും അടുക്കൽ വന്ന് അവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയട്ടെ, നിങ്ങളുടെ ദൈവത്തെ നിങ്ങളെപ്പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശൂർ രാജാവായ എസ്രഹദ്ദോത്തിന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നു എന്ന് പറഞ്ഞു. ദേവാലയമൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ അങ്ങ് പറയാ, ഞങ്ങളും കൂടെ വരട്ടെ, വൈരികളാ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ പണിയട്ടെ. എല്ലാവർക്കും ഒന്നും ദേവാലയം പണിയാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല കേട്ടോ. ദ ഹൗസ് ഓഫ് ഗോഡ് നീഡ്സ് ടു ബി ബിൽഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഗോഡ്. ആർക്കെങ്കിലും എന്നാൽ പിന്നെ ഞാൻ സ്പോൺസർ ചെയ്യാം, ഞാൻ ചെയ്തോളാം, അങ്ങനൊന്നും പണിയാനൊക്കത്തില്ല. ദിസ് ഇസ് മെന്റ് ഫോർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. അതിന് സെരുബ്ബാബേലും യേശുവയും ശേഷം ഇസ്രായേൽ തലവന്മാർ അവരോട്, ഞങ്ങളുടെ ദൈവമായ ദൈവത്തിന്റെ ആലയം പണിയുന്നതിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കാര്യമൊന്നുമില്ല. പാർസി രാജാവായ കോരേശ് രാജാവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ തന്നെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് അത് പണിതു കൊള്ളാം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ തന്നെ പണിഞ്ഞോളാം. ഭയങ്കര ആവേശം. ആകയാൽ ദേശനിവാസികൾ യഹൂദ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാർസി രാജാവായ കോരേശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാരിയാവേശിന്റെ വാഴ്ചയ്ക്കും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ജനമെല്ലാം ഇവിടെ തിരിച്ചു വന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പണിയാൻ തീരുമാനിച്ചപ്പോൾ ഇവരുടെ വൈരികളെല്ലാം ഇവരെ നിരുത്സാഹപ്പെടുത്തിയെന്ന് മാത്രമല്ല, അവരതിൻ്റെ എതിരെ പ്രശ്നമുണ്ടാക്കാൻ കൈക്കൂലി കൊടുത്ത് ചിലരെ അവിടെ നിർത്തി. രാജാവിൽ നിന്ന് എഴുത്ത് വാങ്ങി പണി നിർത്താൻ അവർ കൽപ്പന ചെയ്തു. ഭയങ്കര പ്രശ്നം. അപ്പോൾ എസ്രാ പ്രവാചകന്റെ പുസ്തകം 4:24 ഇപ്രകാരം പറയുന്നു, അങ്ങനെ യെരുശലേമിലെ ദേവാലയത്തിന്റെ പണി മുടങ്ങി. പാഴ്സി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ പണി മുടങ്ങിക്കിടന്നു. ഇവിടാണ് ഹഗ്ഗായി പ്രവാചകൻ വരുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ആലയത്തിന്റെ പണി നിന്നുപോയി. കാരണം എന്നാ? വൈരികൾ നിമിത്തം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, യു വോണ്ട് ടു ഡു സംതിങ് ഫോർ ഗോഡ്, there will be opposition. കർത്താവിന് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചാൽ അതിന് എന്നും പ്രതികൂലം ഉണ്ടാകും. എൻ്റെ ഓഫീസിൽ കർത്താവിന് വേണ്ടി നിൽക്കണം, തീർച്ചയായിട്ടും പ്രതികൂലം ഉണ്ടാകും. എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രം കർത്താവിന് വേണ്ടി നിൽക്കാൻ പ്രതികൂലം ഉണ്ടാകും. കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതികൂലം തന്നെ കാണത്തുള്ളൂ, സംശയമൊന്നും വേണ്ട. നിരുത്സാഹം, ഡിസ്കറേജ്. അതുകൊണ്ട് ജനം അങ്ങ് നിരുത്സാഹപ്പെട്ടു. അവർ ഭയങ്കര എനർജിയോടെ വന്ന് ഞങ്ങളിപ്പോൾ ആലയം പണിയെന്ന് പറഞ്ഞ് ഓടി വന്ന് അടിസ്ഥാനമൊക്കെ ഇട്ട്. അപ്പോൾ കണ്ടല്ലോ എന്താണ് സംഭവിച്ചത്? പാർസി രാജാവായ ദാരിയേഷിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ പണി മുടങ്ങി കിടന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ, എന്താണ് വളർച്ചയ്ക്ക് തടസ്സം? എന്തുകൊണ്ട് നാം ദൈവത്തിന്റെ ആലയം പണിയുന്നില്ല? 3 കാരണങ്ങൾ പറയുകയാണ്. നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തും. ഒന്ന്, ഇവരുടെ മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റീസ് എന്താണ്? ഒന്ന്, they chose the easier path over the narrow road. ഇടുക്കമുള്ള വഴിയെക്കാട്ടിലും അവർ എളുപ്പമുള്ള വഴി തിരഞ്ഞെടുത്തു. പ്രതികൂലം വന്നു, പ്രയാസം വന്നു, അവർക്ക് ഒരുപാട് നിരാശ വന്നു. അപ്പം പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം ദൈവത്തിന്റെ ആലയം പണിയണ്ട. അതാണല്ലോ പ്രശ്നം. ദൈവത്തിന്റെ ആലയം പണിയാൻ പോകുന്നതുകൊണ്ടല്ലേ പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ വീടങ്ങ് പണിഞ്ഞേക്കാം. പ്രിയമുള്ളവരെ, സ്വന്തം വീട് പണിയാൻ വന്നാൽ ഇത്രയൊന്നും പ്രയാസമില്ല. ദൈവത്തിന്റെ ഗൃഹം പണിയാൻ ശ്രമിച്ചേ വലിയ പ്രയാസമാണ്, വലിയ പ്രയാസം. അതാണ് അതിന്റെ റിയാലിറ്റി, യാഥാർത്ഥ്യം. അപ്പോൾ എന്ത് ചെയ്തു? ഈ പുറത്തു നിന്നുള്ള പ്രതിസന്ധി വന്നപ്പോൾ പറഞ്ഞു, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എളുപ്പമുള്ള വഴി തിരഞ്ഞെടുത്തേക്കാം, നമ്മുടെ ഭവനം പണിയാം, ദൈവത്തിന്റെ ആലയം അവിടെ കിടക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ തടസ്സം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ഇച്ചിരി എളുപ്പമാണ്, അല്ലേ? മോട്ടിവേഷൻ ഉണ്ട്, നമ്മുടെ കാര്യങ്ങൾ നടന്നല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുതെന്ന് ആരും കർത്താവും പറയുന്നില്ല, ചെയ്യണം. അപ്പോൾ ദൈവത്തിന്റെ ആലയം പണിയാൻ പോകുമ്പോൾ ഇത് ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയാണെന്ന് മനസ്സിലാക്കി എന്നാൽ പിന്നെ ആ പരിപാടിക്ക് പോകണ്ട എന്ന് തീരുമാനിക്കും. 2, സെൽഫ് ഇൻട്രസ്റ്റ് ഓവർ ദ കിങ്ഡം ഇൻട്രസ്റ്റ്. ഇങ്ങനെയാണ് മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റീസ്. എൻ്റെ സ്വന്തം കാര്യങ്ങൾ ദൈവികമായ കാര്യങ്ങളുടെ മുകളിലേക്ക് ഞാൻ വെക്കുന്നു. പുട്ടിങ് യുവർ ഓൺ ഹൗസ് അബൌവ് ദ ഹൗസ് ഓഫ് ഗോഡ്.
3 പിന്നെന്താ പറഞ്ഞത്? ഇപ്രകാരം പറയുന്നു, പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ഇസ്രായേൽ രാജാവ് അത് പറഞ്ഞു കേട്ട് എന്തുവാ, യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ല എന്ന് ഈ ജനം പറയുന്നുവല്ലോ. ഇപ്പൊ പണിത് തീർക്കാമെന്ന് പറഞ്ഞ് 536 BC വന്നവർ 16 വർഷം പണിയുന്നില്ല. കാരണം എന്നാ? അവർ പറയുന്നത് ഇപ്പൊ വേണ്ട, ഇറ്റ്സ് നോട്ട് ടൈം യെറ്റ്. ഇന്നും അനേക ദൈവമക്കൾ ദൈവത്തിന്റെ ആലയം പണിയുവാൻ ഉത്സാഹം കാണിക്കാത്തതിന്റെ കാരണം സമയമായിട്ടില്ല. പഴയതുപോലെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അല്ല ഇന്ന് ദൈവത്തിന്റെ ആലയം. എൻ്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം, സഭ ദൈവത്തിന്റെ മന്ദിരം. സോ വെൻ യു ഡു ദ വർക്ക് ഓഫ് ഗോഡ്, ഇറ്റ്സ് എ സ്പിരിച്വൽ ഹൗസ്, അല്ലേ? ഈ ആത്മീയമായ ആലയം. ഇത് പണിയാത്തതിന്റെ ഒരു കാരണം, ഒരു മുഖ്യ കാരണം, ഇതിന്റെ സമയമായിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ടൈം. അവര് ഇത് പണിയണ്ടെന്ന് പറയുന്നില്ല, നമുക്ക് കർത്താവിന്റെ വേല ചെയ്യണ്ടെന്ന് പറയുന്നില്ല. പിന്നെന്താ പറയുന്നത്? സമയമായിട്ടില്ല. ഇന്ന് അനേകരും അങ്ങനെയാ, സമയമായിട്ടില്ല, ഇറ്റ്സ് നോട്ട് ടൈം യെറ്റ്. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ദൈവത്തിന്റെ വേല എപ്പോഴാണ് ചെയ്യുന്നത്? റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം, എല്ലാം ഒന്ന് സെറ്റിലാകട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലാകട്ടെ. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ മിസ്റ്റേക്കാണ്. പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഗ് മിസ്റ്റേക്ക്. നാളെ ഉണ്ടോന്ന് ആർക്കറിയാം? ഹൂ നോസ്? നാളെ ഉണ്ടോന്ന് ആർക്കറിയാം? പ്രായമാകുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കാനുള്ള ആരോഗ്യം കാണുമെന്ന് എങ്ങനെ അറിയാം? ദൈവത്തിന് പ്രായമുള്ളവരെ ഉപയോഗിക്കാം, ചെറുപ്പക്കാരെ ഉപയോഗിക്കാം, അതൊന്നും എനിക്ക് വിഷയമല്ല, അതല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് ആകട്ടെ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉത്സാഹത്തെ കുറയ്ക്കുന്ന കാര്യമാണ്. ആരും പറയുന്നില്ല, ഇന്നും ദൈവമക്കൾ ഒരിക്കലും പറയുന്നില്ല നമുക്ക് ദൈവത്തിന്റെ വേല ചെയ്യണ്ടെന്ന് ആരും പറയുന്നില്ല. ഇപ്പൊ വേണ്ട, പിന്നാകട്ടെ. ഇതുപോലെ വലിയ ഒരു ഗോഡ് ഇസ് നോട്ട് ക്വസ്റ്റ്യനിങ് അവർ ഗുഡ് ഹൗസസ്. നമ്മുടെ നല്ല ഭവനങ്ങളെ അല്ല ദൈവം ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാ വീട് വെച്ച്? അതല്ല. ദൈവത്തിന്റെ ആലയത്തിന് എന്തുകൊണ്ട് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. കർത്താവ് തന്നെ ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം കൊടുത്തു. എന്തുവാ? നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ല വീടുകളെ നിങ്ങൾ പണിയും, നിങ്ങൾക്ക് നല്ല തോട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കും, നിങ്ങളുടെ കൈയുടെ വേലയെ ഞാൻ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ കനാൻ ദേശത്തോട്ട് വിട്ടത്. അല്ലാതെ ദൈവം അത് നിങ്ങൾ വീട് വെക്കരുതെന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല വെച്ചത്. പക്ഷെങ്കിൽ ദൈവം ചോദിക്കുന്ന ചോദ്യം എന്നാ? വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? എന്താണ് നിങ്ങളുടെ മുൻഗണന? ദൈവത്തിന്റെ ഗൃഹമാണോ നിങ്ങളുടെ സ്വന്തം ഗൃഹമാണോ? ഇതാണ് ചോദ്യം. ദൈവത്തിന്റെ ഭവനമാണോ നിങ്ങളുടെ ഭവനമാണോ? ഇന്നും ദൈവം നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി, വാട്ട് ആർ യു ബിൽഡിങ്? 3 കാര്യങ്ങൾ. ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണോ തീരുമാനിക്കുന്നത്? എളുപ്പമുള്ള വഴിയാണോ? സ്വന്തം കാര്യങ്ങളാണോ? ദൈവത്തിന്റെ രാജ്യമാണോ? 3 ഇപ്പോഴാണോ പിന്നീടാണോ എന്നുള്ളത്. 3 കാരണങ്ങൾ ദൈവജനം മിസ്പ്ലേസ് പ്രയോറിറ്റി. അതുകൊണ്ട് അതിന്റെ വിപത്ത് എന്താ? ശരി, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ അധ്വാനിക്കാൻ തീരുമാനിച്ചു. വാട്ട് ഇസ് ദ നെറ്റ് ഇഫക്റ്റ്? ആകയാൽ 5ഉം 6ഉം വാക്യം. ഒന്നാമത്തേത്, ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ ഭയങ്കര സക്സസ്ഫുള്ളാണ്, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കരുതെന്നല്ല, പക്ഷെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ ഒരുപാട് വസ്ത്രം വാങ്ങിക്കുന്നുണ്ട്, എന്നിട്ട് എന്താ പറയുക? കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടാൻ കൂലി വാങ്ങുന്നു. യുവർ ലൈഫ് ഓഫ് പുട്ടിങ് മണി ഇൻ എ പോക്കറ്റ് ഫുൾ ഓഫ് ഹോൾസ്. അനേക വിശ്വാസികൾ ഇങ്ങനെയാണ്. കർത്താവിൽ അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. പാപത്തിൽ നിന്ന് കർത്താവ് അവരെ വിടുവിച്ചു. അവർ ബാബിലോണിലല്ല, ഇപ്പോൾ യെരുശലേമിലാണ്. ആലയം പണിയാൻ അവർ തടസ്സമൊന്നുമല്ല, പണിയണമെന്നൊക്കെ തന്നെ അവർ വെക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവരുടെ പ്രയോറിറ്റി സ്വന്തം കാര്യങ്ങളായതുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്നു എന്നല്ലാതെ കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. ലൈഫ് ഇസ് ഓൾ അബൌട്ട്. ഈയിടെ ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെയും കൊണ്ട് ഒരു ഭവനത്തിൽ ചെന്നു. വെരി സക്സസ്ഫുൾ, വെരി പ്രോസ്പെറസ് ഹൗസ്. അങ്കിളിന് നല്ല പ്രായമുണ്ട്. അപ്പോൾ അങ്കിളിനോട് സംസാരിച്ചെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അങ്കിൾ കർത്താവിനെ സ്നേഹിക്കുന്നു, എല്ലാം ശരിയാണ്. പക്ഷെ ജീവിതത്തിൻ്റെ ബിഗ് ചങ്ക് ഓഫ് ഹിസ് ലൈഫ് സ്പെൻഡ് ഓൺ ഹിംസെൽഫ്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. പുള്ളി തന്നെ കൺഫസ് ചെയ്തല്ല, ഞാൻ പറഞ്ഞ കാര്യമല്ല, പുള്ളി പറയാ, ഇന്ന് മോനെ എന്നോട് ചോദിച്ചാൽ എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല, എല്ലാം ഉണ്ട് പക്ഷെ ഒന്നുമില്ല.
അവിശ്വാസികളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, വിശ്വാസികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഇസ്രായേൽ മക്കൾക്കുള്ള ദൂത, അല്ലാതെ അവിടെ നിന്ന് അവരുടെ വൈരികളോടോ അപ്പുറത്തെ ജനത്തോടോ ഒന്നുമല്ല. ദിസ് ഇസ് ഫോർ ദ പീപ്പിൾ ഓഫ് ഗോഡ്. എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥ. എന്തുകൊണ്ടാ കാര്യം എന്നറിയോ? സെൽഫ് ഇൻട്രസ്റ്റ് അബൌട്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഗോഡ്. സ്വന്തം കാര്യങ്ങൾ ദൈവകാര്യങ്ങൾക്ക് അപ്പുറമായി മുൻഗണന കൊടുക്കുന്നത് കൊണ്ട്. പ്രിയമുള്ളവർ, ഇതൊരു വലിയ സത്യമാണ്. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആലയത്തെ അവഗണിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഒക്കത്തില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് അധ്വാനിക്കാം. അതുകൊണ്ടാണല്ലോ 127-ാമത്തെ സങ്കീർത്തനം പറയുന്നത് എന്താ? നിങ്ങൾ നന്നാ രാവിലെ എഴുന്നേറ്റ് ഈ പണി ചെയ്യുന്നതൊക്കെ വെറുതെയാ. സിംപിളി നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, കരിയറിൽ ഗ്രോ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷെങ്കിൽ എന്താണ് അവസാനം? കൂലിക്കാരൻ ഒട്ട സഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. ഇങ്ങനൊരു അവസ്ഥ. എന്താ എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരിക്കലും ജീവിക്കാൻ ദൈവം നമുക്ക് ഇടയാകരുത് എന്ന് ഞാൻ പറഞ്ഞു. ദിസ് ഇസ് ദ കോൺസിക്വൻസ്. ദൈവത്തിൻ്റെ ആലയത്തെ നമ്മൾ നിഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ കോൺസിക്വൻസ്. ഇവിടെ 7 മുതൽ 11 എന്തുകൊണ്ടാണ് ദൈവം ദേശത്തെ ശപിച്ചതെന്നൊക്കെ ഉള്ളത് ഇവിടെ കാണാൻ സാധിക്കും. 7-11 സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ, കൺസിഡർ യുവർ വേസ്. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? എൻ്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതുമില്ല. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിൻ്റെ മേലും വീഞ്ഞിൻ്റെ മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിനുമേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു പാസേജ് ഒന്നും ആരും വായിക്കത്തില്ല. അവർ പറയും ദൈവം ഒരിക്കലും അത് ചെയ്യത്തില്ല, ദൈവം നമുക്ക് അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം മാത്രമേ ചെയ്യത്തുള്ളൂ. ഇവിടെ ബൈബിൾ വായിക്കുന്നവരാണോ ഈ പറയുന്നത്? ബൈബിൾ വായിച്ചു നോക്കി. ഇത് എൻ്റെ വാക്കുകളൊന്നുമല്ല, ഇത് ഹഗ്ഗായി പ്രവാചകനോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. ഇറ്റ്സ് റിട്ടൺ ഇൻ ദ ബൈബിൾ. വൈ ഇസ് ഇറ്റ് ദാറ്റ് ഗോഡ് സ്റ്റോപ്സ് ഇറ്റ്? ചിലർ പറയും അവൻ ഒരിക്കലും അങ്ങനെ നമുക്ക് വരുത്തി തരത്തില്ല. ആരാ പറഞ്ഞത്? നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം സെയിം അല്ല. വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? നമ്മളെ ശപിക്കാൻ വേണ്ടിയല്ല, നമുക്ക് ദോഷം വരുത്താൻ വേണ്ടിയല്ല. പക്ഷെങ്കിൽ എൻ്റെ അറ്റൻഷൻ ദൈവത്തിന് വേണം. ദാറ്റ് ഈസ് വൈ God wants my attention. He wants me more than everything else. എന്നെ എങ്ങനെയെങ്കിലും അവനിലേക്ക് അവൻ ആകർഷിക്കുവാൻ വേണ്ടി he will allow disasters for our gain. He will allow. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വഴികൾ തുറക്കാത്തപ്പോൾ നമ്മൾ ഈ വാതിലുകൾ ഇടിച്ച് തുറക്കുന്നതിൻ്റെ പകരം വാതിലുകളെ തുറക്കാൻ കഴിയുന്നവൻ്റെ മുഖത്തേക്ക് നോക്ക്. കർത്താവേ എനിക്കിത് താ എന്ന് പറയുന്നതിന് മുമ്പേ കർത്താവേ ഐ വോണ്ട് യു. ഇന്നലെ ഞങ്ങളുടെ ഒരു സഹോദരി ഡോക്ടർ ആശു, പുള്ളിക്കാരിയുടെ 50th ബർത്ത്ഡേ സെലിബ്രേറ്റ്. അപ്പോൾ ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡി, ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡി തിരുവല്ലയിൽ എല്ലാ വെള്ളിയാഴ്ച ഉണ്ട്. നല്ലൊരു ഫാമിലി ഗ്യാതറിങ്ങാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരുന്നപ്പം പുള്ളിക്കാരിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വലിയ ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? എവറി ടൈം ഐ ഗോ ടു ഹിം ഹി ഗിവ്സ് മീ മോർ ഓഫ് ഹിംസെൽഫ്. ഓരോ പ്രാവശ്യം ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ താൻ തനിയെ എനിക്ക് തരുന്നു. ഏറ്റവും വലിയ ദാനം എന്താണെന്നറിയാമോ? ദൈവത്തെ തന്നെ നമുക്ക് ലഭിക്കുന്ന, പ്രിയമുള്ളവരെ. അവനുണ്ടെങ്കിൽ നമുക്ക് സകലവും ഉണ്ട്. വി ഹാവ് എവ്രിതിങ് വി നീഡ്. അവൻ്റെ കൈയുടെ പ്രവൃത്തിയേക്കാൾ എത്രയോ വലുതാണെന്നറിയോ അവൻ്റെ മുഖത്തിൻ്റെ പ്രകാശം. മെനി എ ടൈംസ് വി സീക്ക് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് ഹാൻഡ്സ്, വി ഡു നോട്ട് സീക്ക് ദ ഡിലൈറ്റ് ഓഫ് ഹിസ് ഫേസ്. അല്ലേ? താൻ തനിയെ തന്നെ തരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം ചിലതിനൊക്കെ ബ്ലോക്ക് ഇടുന്നത്? സ്തോത്രം പറഞ്ഞോണം, ഉടനെ അതിനെ ഫലിച്ചിക്കാനൊന്നും പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ ക്യാൻസൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവം ചിലതൊക്കെ അനുവദിക്കുന്നതിൻ്റെ കാരണം ഹി വാണ്ട്സ് അവർ അറ്റൻഷൻ. ദൈവം എന്താ പറയുന്നത് അറിയാം? ഗോഡ് ഇസ് സേയിങ് യു വിൽ നെവർ ഹാവ് ഇനഫ് അൺടിൽ യു ഹാവ് മീ. നിങ്ങൾക്ക് എന്നെ മുഴുവനായി ലഭിക്കുന്നത് വരെ നിങ്ങൾക്ക് തികയത്തില്ല.
അതുകൊണ്ടാണല്ലോ ശമരിയ സ്ത്രീയോട് കർത്താവ് പറഞ്ഞേ, സ്ത്രീയെ, ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ ദാഹിക്കും. നീ അതിന്റെ പുറകെ പോയാലും ഇതിന്റെ പുറകെ പോയാലും മറ്റേതിന്റെ പുറകെ പോയാലും നീ എന്തിന്റെ അതിരാവിലെ എഴുന്നേറ്റ് കിടന്ന് പ്രയത്നിക്കുക, ജീവിതം മുഴുവൻ കിടന്ന് പ്രയത്നിക്കുക. വൈ? എന്തിനു വേണ്ടി? അതുകൊണ്ടാണല്ലോ ഹഗായി പ്രവാചകന്റെ ഔട്ട്ലൈൻ അല്ലെങ്കിൽ സമറി പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലവും സകലവും ഓൾ ദീസ് തിങ്സ് ഷാൽ ബി ആഡഡ്. വളരെ സിമ്പിൾ ആണ്. ദൈവരാജ്യം അന്വേഷിപ്പീൻ. സി, ഗോഡ് ഡസൻ പ്രിവെന്റ് us ഫ്രം എൻജോയിങ് ഗുഡ് തിങ്സ്. നല്ല കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ ദൈവം തടസ്സമൊന്നുമല്ല. ദൈവം നല്ല വീടുകൾ തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, നല്ല ജോലി തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, നല്ല വാഹനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, സാഹചര്യങ്ങളും ചുറ്റുപാടും തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും പാടില്ല എന്നൊന്നും ദൈവം പറയുന്നില്ല. പക്ഷെങ്കിൽ ഗുഡ് തിങ്സ് ക്യാൻ ബി ബാഡ് തിങ്സ് ഇഫ് ദേ കീപ് us ഫ്രം ദ ബെസ്റ്റ് തിങ്സ്. നല്ല കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ ശാപമാകുന്ന എപ്പോഴാണെന്നറിയോ? ഏറ്റവും നല്ലതിൽ നിന്ന് നമുക്ക് തടസ്സമായി നിൽക്കുമ്പോൾ the good things can become bad things because they are preventing us from the best things. ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ലോകത്തിന്റെ കുറച്ച് ടോയ്സിനകത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ല. ഹി വാണ്ട്സ് ദ ബെസ്റ്റ് ഫോർ us. ആ ബെസ്റ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ നാമും അവനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിൽ നിൽക്കുന്നതെല്ലാം മാറ്റിയേ തീരൂ. അതുകൊണ്ടാണ് ചിലതൊക്കെ ലോക്കാക്കി വെച്ചിരിക്കുന്നത്, ചിലതൊക്കെ ദൈവം തടസ്സം വെച്ചിരിക്കുന്നത്. ദൈവം ഒന്നും തടസ്സമായി നിൽക്കുന്ന ഒരു ഒറ്റ കാരണം, കർത്താവ് പറയാ, മുമ്പേ എൻ്റെ രാജ്യവും എൻ്റെ നീതിയും നിങ്ങൾ അന്വേഷിക്ക്, ബാക്കി സകലവും ഞാൻ തന്നോളാം. സകലവും ഞാൻ തന്നോളാം. I would never forget, the good things can be bad things if they keep us from the best things. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരായിട്ടൊന്നും കമ്പയർ ചെയ്യണ്ട. മറ്റുള്ളവർക്ക് എന്തോ ഉണ്ട്, അവർക്ക് എന്തോ ഇല്ല, അതൊന്നും അല്ല വിഷയം. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ എൻ്റെ പിതാവ് എപ്പോഴും പറയുന്നത്, ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നൊരു കാര്യമാണ്. ഐ ഹാവ് ഡിസൈഡ് ടു ടേക്ക് കെയർ ഓഫ് ഗോഡ്സ് ഹൗസ്, ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് മൈ ഹൗസ്. ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തെ നോക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു, ദൈവം എൻ്റെ ഭവനത്തെ നോക്കും. ഐ ടേക്ക് കെയർ ഓഫ് ഹിസ് ബിസിനസ്, ഹി ടേക്സ് കെയർ ഓഫ് മൈ ബിസിനസ്. ഞാൻ അവൻ്റെ ഇതൊക്കെ പിന്നിൽ നിൽക്കുന്നു, അവൻ എൻ്റെ കാര്യങ്ങൾ നോക്കും. അതാണ് യേശു കർത്താവ് പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലവും. അതാണ് അതിൽ നിന്ന്. അതുകൊണ്ട് എന്താണ് ഇൻസ്ട്രക്ഷൻസ്? സോ വാട്ട് ഇസ് ദ ഇൻസ്ട്രക്ഷൻസ്? പറയുന്നു ഇത്രയേ ഉള്ളൂ. 8ാമത്തെ വാക്യം, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഇവിടെ എഴുതിയിരിക്കുന്ന 3 കാര്യങ്ങൾ. എന്താണ് 3 കാര്യങ്ങൾ? 1, മലയിൽ ചെല്ലണം. ഐ ഹാവ് ടു ഗോ അപ്പ് ടു ദ മൗണ്ടൻ. എന്താണ് മല? നിങ്ങൾക്കറിയാം, മോശ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ എവിടെ പോയത്? മലയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. യേശു കർത്താവ് തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് മലയുടെ അടുക്ക് ചെന്ന് പ്രാർത്ഥിച്ചു. അബ്രഹാം യാഗം കഴിക്കാൻ ചെന്നപ്പോൾ മല കയറി, മോറിയ മല കയറി യാഗം കഴിച്ചു. വാട്ട് ഈസ് ദ മൗണ്ടൻ? ഇറ്റ് ഈസ് എ പ്ലേസ് ടു മീറ്റ് വിത്ത് ഗോഡ്. ദൈവവുമായി ബന്ധപ്പെടാനുള്ള ഒരു സമയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നാം വ്യാപൃതരായിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ദൈവം ആഹ്വാനം ചെയ്യുക. ടേക്ക് സം ടൈം ഔട്ട് വിത്ത് ഗോഡ്. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നാളെ തൊട്ട് 5 മണിക്ക് എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുക. കർത്താവ് കഴിഞ്ഞിട്ട് ബാക്കി മതി എന്ന് തീരുമാനിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഞാൻ യൗവനക്കാരോട് പറയും, ഈ ഫോൺ അതിരാവിലെ അടിക്കും. എനിക്കാണെങ്കിൽ ഒരു 10 കുറേ മെസ്സേജ് വരും, പലതും ഞാൻ വിട്ടുപോകും. ഇന്നലെ ഞാൻ എൻ്റെ അമ്മയെ കാണിച്ചു. അമ്മ പറഞ്ഞു, എടാ നീ എൻ്റെ മെസ്സേജ് കാണും. ഞാൻ പറഞ്ഞപ്പോൾ ഇന്ന് നോക്കിയപ്പം 1145 മെസ്സേജ് അൺറെഡാ. ഞാൻ പറഞ്ഞു, ഇതെല്ലാം കൂടി ഞാൻ എന്ന് വായിക്കും, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അതിരാവിലെ എഴുന്നേക്കും, എന്നിട്ട് നോക്കും വാട്സാപ്പ്, എന്തുവാ മോദി വല്ലതും മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണോ നോക്കുന്നത്? ഒന്നുമല്ല, പക്ഷെ നമ്മൾ നോക്കും, നമുക്ക് ഏതാണ്ട് വലിയ. അപ്പം ഞാൻ എപ്പോഴും യൗവനക്കാരോട് പറയും, ഫസ്റ്റ് ലുക്ക് അപ്പ് ബിഫോർ യു ലുക്ക് ഡൗൺ. എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലുക്ക് അപ്പ് ബിഫോർ യു ലുക്ക് ഡൗൺ. ചില തീരുമാനങ്ങൾ എടുക്കണം. മീറ്റ് വിത്ത് ഗോഡ്. ദൈവം കഴിഞ്ഞിട്ട് മതിയെന്നേ. അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ ജിമ്മ്, അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ ഫുഡ്, അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ ജോലി, അത് കഴിഞ്ഞിട്ട് മതി കുഞ്ഞുങ്ങളുടെ സ്കൂള്, അത് കഴിഞ്ഞിട്ട് മതി ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് മതി പിള്ളേരുടെ ഫുട്ബോൾ ഗെയിം, അത് കഴിഞ്ഞിട്ട് മതി എല്ലാം. ദൈവവുമായിട്ടുള്ള സമയം കാത്തു സൂക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് മതി പ്രിയമുള്ളവരെ ബാക്കിയെല്ലാം. പിന്നെന്താ പറയുന്നത്? 2ാമത്, നിങ്ങൾ മരം കൊണ്ടുപോവാ.
ബ്രിങ് വുഡ്. മരം എന്ന് പറഞ്ഞാൽ എന്താ? ദ ടൂൾസ്, യുവർ ഗിഫ്റ്റ്സ്. ദൈവം എല്ലാവർക്കും കഴിവുകൾ തന്നിട്ടുണ്ട്, താലന്തുകൾ തന്നിട്ടുണ്ട്, കൃപാവരങ്ങൾ തന്നിട്ടുണ്ട് എല്ലാവർക്കും. സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിൽ കയറി വന്ന എല്ലാ വിശ്വാസികൾക്കും ദൈവം കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. പലതാണ് വെറൈറ്റി. നിങ്ങൾക്കുള്ളത് നിങ്ങൾ കൊണ്ടുപോവാ. വേറൊന്നും കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യു ബ്രിങ് വാട്ട് യു ഹാവ്. ചെറിയ ബാലനെ, നിന്റെ 5 അപ്പം മതി. നിന്നോട് 5000 പേരെ പോഷിപ്പിക്കാൻ ഞാൻ പറയുന്നില്ല. നിന്റെ 5 അപ്പം മതി. 5000 പേരെ പോഷിപ്പിക്കുന്ന കർത്താവാണ്. ദാവീദ്, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? നിന്റെ കയ്യിൽ ഒരു കവണ, അത് മതി. കർത്താവിന്റെ കൈ കൊടുക്ക്. ഗോലിയാത്തിനെ വീഴ്ത്താൻ ആ ഒരു കവണ മതി. കർത്താവിന്റെ കയ്യിൽ കൊടുക്കണം. ശിംശോനെ, നിന്റെ കയ്യിൽ എന്താണ്? കഴുതയുടെ താടിയൽ. കർത്താവിന്റെ കയ്യിൽ കൊടുക്ക്. പൗലോസ്, നിന്റെ കയ്യിൽ എന്നാ? പേന. ഗമാലിയന്റെ പാദപീഠത്തിൽ പഠിച്ച അറിവ് കർത്താവിന്റെ കയ്യിൽ കൊടുത്ത്. 33% പുതിയ നിയമത്തിൽ എഴുതിയത് പൗലോസിന്റെ കാരണം ആ പേന കർത്താവിന്റെ കയ്യിൽ കൊടുത്തതുകൊണ്ടാണ്. വാട്ട് ഡു യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഗിവ് ഇറ്റ് ടു ഗോഡ്. ബ്രിങ് ദ വുഡ്. യുവർ സ്കിൽസ്, യുവർ ടാലൻസ് കർത്താവിന്റെ കയ്യിൽ കൊടുക്ക്. 3, ബിൽഡ് ദ ടെമ്പിൾ. സിമ്പിളാണ്. മീറ്റ് വിത്ത് ഗോഡ്, ബ്രിങ് വുഡ്, ബിൽഡ് ദ ടെമ്പിൾ. ഇത്രേ ഉള്ളൂ. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. കർത്താവുമായിട്ട് ബന്ധപ്പെട്. കർത്താവ് കയ്യിൽ തന്നിരിക്കുന്നത് കർത്താവിന്റെ കയ്യിൽ കൊടുക്ക്. ആലയം പണിയുക. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദിസ്. എന്താണ് റെസ്പോൺസ്? എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമേ, ഹഗായ് പ്രവാചകൻ ഭാഗ്യവാനാണ്. എൻ്റെ കാരണം എന്നാ? പറഞ്ഞ ഉടനെ ആളുകൾ കേട്ടു. പറഞ്ഞ ഉടനെ ആളുകൾ അനുസരിച്ചു. അയ്യോ, പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ കാര്യം കണ്ടിട്ടുണ്ടോ? അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അടിക്കാനും തൊടിക്കാനും അവരെ നഗ്നരാക്കി. ഹഗായ് പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 12 മുതൽ 15 വരെ, ലാസ്റ്റ് ഭാഗം. അങ്ങനെ ഷെയൽത്തീലിന്റെ മകനായ സെരുബാബേലും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗായ് പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ചു. ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായ് ദൂതായി ജനത്തോട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞു. യഹോവ യഹൂദ ദേശാധിപതിയായി ശെയൽത്തീലിന്റെ മകനായ സെരുബാബലിന്റെ മനസ്സും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയുടെയും മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സും ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കിൽ വേല ചെയ്തു. ദാര്യാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 24-ാം തീയതി തന്നെ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ 23 ദിവസം കൊണ്ട് ആവശ്യമായിട്ട് മലകളിൽ പോയി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് അവര് വേല സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞവർ ഹഗായ് പ്രവാചകന്റെ വചനത്തിന്റെ മുമ്പിൽ ഉടനെ വേല ആരംഭിച്ചു. ഒരു പക്ഷെങ്കിൽ ഡിസ്കറേജ്ഡ് ആയിട്ട് ചിലർ കാണും. ചിലർ ഭയങ്കര ഡിസ്കറേജ്ഡാണ്. കർത്താവിൻ്റെ വേല ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ വെരി ഡിസ്കറേജ്ഡ്. ഇന്ന് കർത്താവ് പറയുന്നത് തന്നെ, നിങ്ങൾ മലകളിൽ പോയി നിങ്ങൾ മരം കൊണ്ടുപോവാ, നിങ്ങൾ ആലയം പണി. ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്. എന്താ കാരണം? എന്നാ? യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ ഡിസ്കറേജ്ഡ് ആയിട്ടുള്ള സോൾസ് ഇന്ന് കർത്താവ് പറയുന്നത്, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്, നിങ്ങൾ പണി. വേറെ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, യഹോവ നിങ്ങളോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റഡി അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ഇന്ന് ചെറിയ സ്റ്റഡി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, 2-3 ചോദ്യങ്ങൾ. നിങ്ങളുടെ വഴികളെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുക. കൺസിഡർ യുവർ വേസ്. ഈ ലോകത്തിൻ്റെ ഭാരങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മളെ മാറ്റിയിട്ടുണ്ടോ? ദ കെയർസ് ഓഫ് ദ വേൾഡ്, ഹാസ് ഇറ്റ് ടേക്കൺ അവർ അറ്റൻഷൻ ഫ്രം ദ ലോർഡ്? ചിന്തിക്കേണ്ട ഒന്നാമത്തെ വിഷയം. ഹാസ് ആ ജോബ് ടേക്കിംഗ് ടൈം അവേ ഫ്രം ദ ലോർഡ്? നമ്മുടെ ജോലിയുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ സമയത്തെ എടുത്ത് മാറ്റിയിട്ടുണ്ടോ? 3, ഇസ് ദ ബ്ലെസ്സിങ് ഓഫ് അവർ കിഡ്സ് നൗ കം ഇൻ ദ വേ ഓഫ് സെർവിങ് ഗോഡ്? ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നു. ആ വലിയ ദാനം കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യാതിരിക്കുകയാണോ? പ്രിയമുള്ളവരെ, പല ആവർത്തി ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, വളരെ ആക്റ്റീവായ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളില്ലാതെ അവർ ഭാരപ്പെടുന്നു.
എന്നാൽ കർത്താവിൻ്റെ വേലയിൽ അവർ വ്യാപൃതരാകുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളാണ് ദൈവം. ദേ ബിക്കം ദി ഐഡൽ. പിന്നെ കുഞ്ഞുങ്ങളാണ് എല്ലാം. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യലെന്നല്ല, അതാണ് നമ്മുടെ ഫസ്റ്റ് ദൗത്യം. ഞാൻ പറഞ്ഞത്. പക്ഷേ ദൈവരാജ്യമാണോ നമ്മുടെ പ്രൈമറി പേഴ്സൂട്ട്? ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരാണോ നാം? ചിന്തിക്കേണ്ട വിഷയം പറയുമ്പോൾ ഇന്ന് കൺസിഡർ യുവർ വേസ്. എൻ്റെ വഴികളെ കുറിച്ച് ഞാൻ വിചാരിക്കണം. ആർ യു ഡിസ്കറേജ്ഡ് ലിവിങ് ഫോർ ദ ലോഡ് ബിക്കോസ് പീപ്പിൾ ഹാവ് മോക്ഡ് യു? ആളുകൾ കളിയാക്കിയത് കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് ഒക്കെ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്നവരാണോ? നിങ്ങളുടെ ഓഫീസിൽ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ആളുകൾ കളിയാക്കി, അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നു, ഐ ആം വിത്ത് യു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഉത്സാഹം പോയോ? 536 BC ഓടി വന്ന് ഇപ്പോൾ തുടങ്ങാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലര് കോളേജിൽ വെച്ച് കർത്താവിനെ സേവിച്ചതുപോലെ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അന്നുണ്ടായിരുന്ന താല്പര്യം ഇന്നില്ല. ഡു യു വാണ്ട് യുവർ സീൽ ബാക്ക്? നാളെ എന്ന് വെക്കരുത് പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഭവനം നമ്മൾ പണിയേണ്ടത്? നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സോ ദാറ്റ് ഗോഡ് മേ ബി ഗ്ലോറിഫൈഡ് ആൻഡ് ഹി മൈറ്റ് ബി പ്ലീസ്. നമ്മളിത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമുക്കൊരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ യജമാനൻ പ്രസാദിക്കണം, അവൻ്റെ മഹത്വം ലോകം അറിയണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ ഞാൻ പ്രസാദിക്കാനും എൻ്റെ മഹത്വം ലോകം അറിയാൻ വേണ്ടിയല്ല. പക്ഷെങ്കിൽ അവൻ പ്രസാദിക്കണം, അവൻ്റെ മഹത്വം. നമ്മുടെ പെർസൂട്ട് അതാകുമ്പോൾ ദൈവം നമ്മുടെ കാര്യം അന്വേഷിച്ചോളും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ എൻ്റെ കാര്യം അന്വേഷിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ മനോഹരമായിട്ടാണ് ദൈവം നമ്മുടെ കാര്യം അന്വേഷിക്കുന്നല്ലയോ? മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കൊച്ചു പിള്ളേർ പോക്കറ്റ് മണി കൊടുക്കുമ്പോൾ അവർ വലിയ സേവിങ് സ്ട്രാറ്റജി ഒക്കെ നടത്തിയിട്ടുണ്ട്, അറിയാമോ? ഞങ്ങളുടെ വീട്ടിൽ നടക്കും. വല്ലപ്പോഴും ബർത്ത്ഡേക്ക് അവർക്ക് ആരെങ്കിലും കാശ് കൊടുക്കുമ്പോഴേ അവരിതെല്ലാം കൂടെ സേവ് ചെയ്തിട്ട്, അപ്പാ ഐ വിൽ ബൈ ദിസ് ഫോർ, വലിയ പ്ലാനിങ്ങാണ്. അപ്പം അടുത്ത ബർത്ത്ഡേ അവർ വലിയ പ്ലാനിങ്ങാണ്, ഇതുകൊണ്ട് അവർ അത് ചെയ്യും ഇത് ചെയ്യും. സ്നേഹിക്കുന്ന അപ്പനാണെങ്കിൽ എന്തോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്തോ പറയുന്നേ? എടാ നീ എന്തുവാ പറയുന്നേ? നീ വാങ്ങിച്ചാൽ എത്ര വാങ്ങിക്കും നീ, അല്ലേ? നിന്റെ ഈ ശേഖരിച്ച കാശെല്ലാം കൂടെ വെച്ച് നീ എന്തോ ചെയ്യും? നീ ഹൗ മച്ച് ക്യാൻ യു ഡു? എൻ്റെ മനസ്സിലേക്ക് നിനക്കൊന്ന് കടന്നു വരാമെങ്കിൽ എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതികളുടെ ഒരു അംശം പോലും നീ അറിഞ്ഞിട്ടില്ല, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ദൈവം ഇന്ന് എന്നെയും നിങ്ങളെ നോക്കി ചിരിക്കുക. ഓ, നിങ്ങൾ ഭയങ്കര പ്ലാനിങ് അല്ലേ, ഭയങ്കര നിങ്ങൾക്ക് എൻ്റെ പ്ലാൻ വല്ലതും അറിയോ? നിങ്ങൾ എൻ്റെ മുഖം അന്വേഷിക്കുക, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യുവർ ബിസിനസ്. അതുകൊണ്ട് 3 തീരുമാനങ്ങൾ. 1, ഐ വിൽ പുട്ട് ഗോഡ്സ് പ്രയോറിറ്റീസ് ബിഫോർ മൈ ഓൺ. ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ മുൻഗണന കൊടുക്കും. അതാണ് എൻ്റെ ഒന്നാമത്തെ തീരുമാനം. 2, ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നാൽ അതിൻ്റെ വിപത്തുകൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. ഓട്ടസഞ്ചിയിൽ പണമിടുന്ന അനുഭവം അതെനിക്ക് വേണ്ട. രാവിലെ നന്നായി അധ്വാനിക്കുന്നത് വ്യർത്ഥം. ആ ഒരു അവസ്ഥ എനിക്ക് വരരുത്. അതുകൊണ്ട് അതിൻ്റെ വിപത്ത് ഞാൻ മനസ്സിലാക്കുന്നു. 3, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അത് ഉടനെ ചെയ്യും. പിന്നീടാകാം എന്ന് ഞാൻ എന്നോട് പറയത്തില്ല. ഞാൻ ഇന്നലെ ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡിയിൽ കൂടി വന്ന ആളോട് പറഞ്ഞൊരു കാര്യം, ഞാൻ വിദേശത്ത് 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു അങ്കിള് എന്നെ കണ്ടിട്ട് പറഞ്ഞു, മോനെ, ഞാൻ എൻ്റെ ഈ ജോലിയുടെ റിട്ടയർമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കർത്താവിൻ്റെ വേലയിലൊന്ന് ഞാൻ നാട്ടിൽ വരും. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. എനിക്ക് ഐ വോണ്ട് ടു ബി ഇൻവോൾവ്. അപ്പം ഞാൻ പറഞ്ഞു, വലിയ സന്തോഷം, അങ്കിളെ, സന്തോഷം. അങ്കിള് എല്ലാം കഴിഞ്ഞ് ഓരോ വർഷം അവർ എക്സ്റ്റൻഷൻ കൊടുത്ത് അങ്കിൾ അവിടെ നിന്നു. 1 വർഷം കൂടെ കഴിയട്ടെ, 1 വർഷം കൊണ്ട് അവസാനം അങ്കിൾ ഇവിടെ വന്നു. കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു, മോനെ, വീടെല്ലാം ഒന്ന് ശരിയാക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വരും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ വീട് ഭയങ്കര കാര്യമായിട്ട് ചെയ്തു, നല്ല മനോഹരമായിട്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് പറഞ്ഞു, മോനെ, എനിക്ക് ലാൻഡ്സ്കേപ്പിംഗ് കൂടെ തീർക്കണം. അപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം തീർന്നു. അത് ചെയ്യുന്നതിനിടയിൽ അങ്കിളുടെ ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി. വളരെ സങ്കടം. അങ്കിൾ തകർന്നു പോയി കേട്ടോ. അങ്കിൾ അവിടെ ഇരുന്നപ്പോൾ ഒരിക്കൽ ഞാൻ വണ്ടി ഓടിച്ചു പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിൻഡോ താഴ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും
എന്നിട്ട് അങ്കിൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ചില കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. സർട്ടൻ തിങ്സ് ഹാഡ് ടു ബി ഡൺ ഏർലിയർ. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ചെയ്യാൻ തീരുമാനിക്കരുത്. ഇന്ന് ചെയ്യും. ഡു ഇറ്റ് ടുഡേ. ആഹ്വാനം എന്താണെന്നറിയാമോ? നാളെ നമുക്കുണ്ടോ എന്ന് ആർക്കറിയാം? ഹൂ നോസ്? നാളെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി ഉള്ള ഒരു മനുഷ്യരെങ്കിലും ഉണ്ടോ ഇന്ന് ഈ ശനിയാഴ്ച രാവിലെ ബൈബിൾ സ്റ്റഡിക്ക്? ആരെങ്കിലും ഉണ്ടോ? ഇന്ന് കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ മുമ്പേ അവന്റെ രാജ്യം അന്വേഷിക്ക്, നിന്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. നിന്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. ദൈവത്തിന്റെ ഗ്രഹം പണിയാൻ തീരുമാനിച്ചവന്റെ ഗ്രഹം ദൈവം പണിഞ്ഞിട്ടില്ലയോ? ഞാൻ പ്രസംഗിക്കുന്നൊരു പ്രസംഗമുണ്ട്. ദാവീദേ ഇങ്ങനെ ദേവദാരു കൊണ്ടുള്ള ഭവനത്തിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് നോക്കിയപ്പോൾ പുറത്ത് പെട്ടകം കൂടാരങ്ങളിൽ. ദാവീദിന്റെ ഉള്ളങ്ങ് തകർന്നു. ദാവീദ് ദൈവത്തോട്, കർത്താവേ, ഞാൻ ഇത്ര മനോഹരമായ ഭവനത്തിൽ താമസിക്കുമ്പോൾ, ഈ ഭവനം വേണ്ടെന്നൊന്നുമല്ല, ആ റോഡിൽ കിടക്കാനൊന്നും ദൈവം പറഞ്ഞുമില്ല, ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ എങ്ങനെ ദൈവത്തിന്റെ പെട്ടകം കൂടാരങ്ങളിൽ പാർക്കുന്നു? അയ്യോ, പറ്റത്തില്ല. പറഞ്ഞു, എനിക്ക് ആലയം പണിതേ ഒക്കത്തുള്ളൂ. ദൈവം എന്നാ പറഞ്ഞെന്നറിയോ ദാവീദിനോട്? ദാവീദേ, നീ ആരാടാ എനിക്ക് ആലയം പണിയാൻ? നിന്നെ ഇടയനായ നിന്നെ രാജസ്ഥാനത്താക്കിയത് ഞാനാ. നീ ആരാടാ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയാൻ? പിന്നെ ദൈവം പറഞ്ഞു, ദാവീദേ, നിന്റെ ആഗ്രഹം ഉണ്ടല്ലോ, അത് ഞാൻ മാനിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രഹവും പണിയും, ഞാൻ നിന്റെ ഗ്രഹവും പണിയും. ദാവീദിന്റെ ഗൃഹം ദൈവം പണിതതിന്റെ അടയാളം പഴയ നിയമം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കാണാൻ സാധിക്കും. അറിയാവോ? വെളിപ്പാട് പുസ്തകം. അതെങ്ങനെയാ? യേശു കർത്താവിനെ വർണ്ണിക്കുന്ന ഒരു വർണ്ണനയുണ്ട്. യേശുവേ ദാവീദ് പുത്ര, ഭർത്തിമായി വർണ്ണിക്കുന്ന വർണ്ണനയാ. അതുപോട്ടെ, വെളിപ്പാട് പുസ്തകത്തിൽ എന്താ പറയുന്നത്? യഹൂദ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. മനസ്സിലായോ എങ്ങനെ ദൈവം പണിയുന്നതെന്ന്? ഗ്രഹം ഇങ്ങനാ ദൈവം ഗ്രഹം പണിയുന്നത്. ദാവീദിന് വല്ലതും ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഗ്രഹം പണിയാൻ? ദാവീദ് ഗ്രഹം പണിഞ്ഞ എത്ര പണിയും പ്രിയമുള്ളവരെ. ഇനി നാം എല്ലാവരും ഒരു ദിവസം കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ആരാധിക്കുമ്പോൾ ദാവീദിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അറിയാവോ? കാരണം ദാവീദ് ഒറ്റ കാര്യം, ദാവീദ് കുറവുള്ളവനായിരുന്നു. അയ്യോ, ഇതുപോലെ കൊലപാതകവും വ്യഭിചാരവും കോമ്പിനേഷൻ ചെയ്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക വ്യക്തി. ഈ മനുഷ്യൻ ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞു, കർത്താവേ, നിന്റെ ഭവനമാണ് എൻ്റെ ഭവനത്തെക്കാട്ടിൽ വലുത് എന്നുള്ള ഉള്ളിൽ ഒരു ആഗ്രഹം വന്നപ്പോൾ ദൈവം അവന്റെ ഭവനം അങ്ങ് ടേക്ക് കെയർ ചെയ്തു. അത് ഒരു തലമുറയല്ല, 2 തലമുറയല്ല, 3 തലമുറയല്ല, ലോകാവസാനം വരെ ദാവീദിന്റെ ഗ്രഹം ദൈവം പണിതു. ദാറ്റ് ഇസ് ഹൗ ഗോഡ് ബിൽസ്. അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രിയമുള്ളവരെ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, അതോടുകൂടെ സകലവും. അതുകൊണ്ട് ഇന്ന് ഹഗായി പ്രവാചകൻ എന്നോടും നിങ്ങളോടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 2500 വർഷങ്ങൾക്ക് ശേഷം പറയുന്നത് എന്നാണെന്നറിയാമോ? വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? വേർ ഇസ് യുവർ പ്രയോറിറ്റി? വേർ ഇസ് യുവർ പ്രയോറിറ്റി? കർത്താവാണോ നമ്മുടെ നമ്പർ 1 പ്രയോറിറ്റി? അതാകട്ടെ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ. ലെറ്റ് us മേക്ക് ഗോഡ് അവർ പ്രയോറിറ്റി. അതുകൊണ്ട് ആ തീരുമാനത്തോടെ നമുക്കിന്ന് പോകാം. കർത്താവെ, ഇന്ന് നീ ഞങ്ങളോട് സംസാരിച്ചു. മലയിലേക്ക് പോകുവാൻ, ഞങ്ങളുടെ റെഗുലർ പാറ്റേൺസ് ഒന്ന് മാറ്റിപ്പിടിക്കുവാൻ, കർത്താവുമായിട്ടുള്ള ആ അഭേദ്യ ബന്ധം ഒന്ന് ഉണർത്തുവാൻ, ഞങ്ങളുടെ സ്കിൽസ്, ഞങ്ങളുടെ ഗിഫ്റ്റിങ്സ് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ, ആലയം പണിയുവാൻ ഞങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ്. നാളെയല്ല, ഇന്ന്. നോട്ട് ടുമോറോ ബട്ട് ടുഡേ. കർത്താവ് എന്താഗ്രഹിക്കുന്നു, കർത്താവ് എന്ത് പറയുന്നു? ഡു ഇറ്റ് ടുഡേ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ഞങ്ങളോട് വളരെ ലളിതമായി, വളരെ ശക്തമായി ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. അറിവ് മാത്രം ആർജിക്കുക എന്നുള്ളതല്ല കർത്താവെ ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡി ലക്ഷ്യം. കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്, യേശുവിനെ പോലെയാകുവാൻ. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ഇന്നെടുക്കുവാൻ സഹായിക്കണമേ കർത്താവെ. ആദ്യം നിന്റെ രാജ്യം അന്വേഷിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇന്ന് സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ നാമം കർത്താവെ അങ്ങ് പ്രസാദിക്കണം. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ അങ്ങ് പ്രസാദിക്കണം. യു ഷുഡ് ബി പ്ലീസ്ഡ്, യു ഷുഡ് ബി ഗ്ലോറിഫൈഡ്. അങ്ങ് മഹത്വം എടുക്കണം. അതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. അങ്ങ് മഹത്വം എടുക്കണം.
അങ്ങ് പ്രസാദിക്കണം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.